ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അമ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു കഥയാണ്. ഒരു ശാന്തമായ ഒരു തടാകമുണ്ടായിരുന്നു. തടാകക്കരയിൽ ചുറ്റിനുമുള്ള മരങ്ങളിലുമായി അനേകം പക്ഷികൾ വസിച്ചിരുന്നു. അക്കൂട്ടത്തിൽ താറാവുകളുടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അമ്മ താറാവ് നീന്തുവാനും ഭക്ഷണം തേടുവാനും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി. എങ്ങും സന്തോഷം നിറഞ്ഞു നിന്നു. അമ്മ താറാവും കുഞ്ഞുങ്ങളും തടാകത്തിൽ നീന്തിത്തുടിച്ചും തടാകക്കരയിൽ ഉല്ലസിച്ചും നടന്നു പോന്നു. ജീവിതം എല്ലാ അർത്ഥത്തിലും അവർ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മ താറാവ് സൂത്രശാലിയായ ഒരു കുറുക്കൻ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നത് കണ്ടു. അതിവേഗം മക്കളുടെ അടുത്ത് ഓടിയെത്തി അവൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരു കുറുക്കൻ കറങ്ങി നടക്കുന്നുണ്ട്. തടാകത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ സൂക്ഷിക്കണം. അവൻ നിങ്ങളെ ഉപദ്രവിച്ചേക്കും. മക്കളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കൊള്ളാം അമ്മേ. അപകടകാരിയായ കുറുക്കനിൽ നിന്നും മക്കളെ കാത്തു സൂക്ഷിക്കുന്നതിനായി അമ്മ താറാവ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അടുത്ത ദിവസം അമ്മ താറാവ് കണ്ടത് തൻ്റെ മക്കൾക്ക് തൊട്ടരികിൽ പതുങ്ങിയിരിക്കുന്ന കുറുക്കനെയാണ്. അവൾ മക്കളെ വിളിച്ച് ഉറക്കെ പറഞ്ഞു, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക കുഞ്ഞുങ്ങളെ, കുറുക്കൻ നിങ്ങളുടെ തൊട്ടരികിൽ പതുങ്ങിയിരിപ്പുണ്ട്. അവൾ കുറുക്കൻ്റെ അരികിലേക്ക് ഓടി. തൻ്റെ അരികിലേക്ക് വരുന്ന താറാവിനെ കണ്ട് കിട്ടാൻ പോകുന്ന മൃഷ്ടാന്ന ഭോജനമോർത്ത് അവൻ സന്തോഷിച്ചു. അവൾ അടുത്തേക്ക് വരുവാനായി അവൻ കാത്തിരുന്നു. കുറുക്കൻ്റെ അരികിലേക്ക് പകുതി ദൂരമെത്തിയ അമ്മ താറാവ് തിരിഞ്ഞു നോക്കി. മക്കളെല്ലാം വെള്ളത്തിലേക്ക് ചിറകടിച്ച് ചാടുന്നത് അവൾ കണ്ടു. മുറിവേറ്റതായി ഭാവിച്ച് അവൾ മുടന്തുവാൻ തുടങ്ങി. ഇതാണ് തക്ക സമയം എന്ന് വിചാരിച്ചുകൊണ്ട് കുറുക്കൻ അവളുടെ മേൽ ചാടി വീണു. അവസാന നിമിഷം വരെ കാത്തിരിഞ്ഞ അവൾ തൻ്റെ എല്ലാ ശക്തിയും സംഭരിച്ച് വെള്ളത്തിലേക്ക് ചാടി. കുറുക്കന് പിടികിട്ടിയില്ല. അമ്മ താറാവും മക്കളും വെള്ളത്തിൽ നീന്തി തുടിക്കുന്നത് കുറുക്കൻ കണ്ടു. ഇലഭ്യനായ അവൻ ഭക്ഷണം തേടി മറ്റെവിടേക്കോ നടന്നു പോന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ഇന്നത്തെ കഥ കേട്ടതിന് നന്ദി. കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഗുഡ് നൈറ്റ്.